ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഡ്വെഞ്ചേഴ്സ് ഓഫ് ശ്രീഹരി. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഇന്നൊരു കട്ടപ്പനയിലെ കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്, കട്ടപ്പനയിലെ എൻഗേജ്മെൻറ്റ് ഫങ്ഷനായിട്ട്. പക്ഷെ അതിൻ്റെ ഇന്ന് കല്യാണമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഇവിടെയാണ് റൂം രാജകുമാരിയിൽ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള ഒരു സീനറി ഗ്രീനിഷ്നെസ് ഒക്കെ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്കിനി നേരെ കല്യാണത്തിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ കല്യാണ ചെറുക്കനും വീട്ടുകാരൊക്കെ അവിടെ നിന്ന് ഇറങ്ങുന്ന സീനാണ് കേട്ടോ ഗൈസ് നിങ്ങളെവിടെ കാണുന്നു. മാളുവാൻ്റെ ഞങ്ങളോട് പരാതി പറഞ്ഞത് പ്രകാരം ഗൈസ്, ഞങ്ങൾ മാളുവാൻ്റെ നല്ലോണം ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തേണ്ട കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ മാളുവാൻ്റെയും ശരിക്കും നല്ലോണം വീഡിയോ എടുത്തേണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ കുറേ പേര് എന്നെ കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലൈൻറ്റ് പറയുന്നതാണ് കേട്ടോ ഗൈസ് നിങ്ങൾ അവിടെ കാണുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇറങ്ങുവാണ്. ഞാൻ അവിടെ ചെരുപ്പൊക്കെ ഉണ്ട്, കേശു വെച്ചനൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ അവർ പോണ സീനാണ് കേട്ടോ ഗൈസ് ഇത്. അതിൻ്റെ പുറകെ ഞങ്ങൾ കട്ടപ്പനയിലേക്കാണ് കേട്ടോ ഗൈസ് പോണേ. ഒരു ഫോറസ്റ്റ് റൂട്ട് പോലെയാണ് കേട്ടോ ഗൈസ്. കുറേ ദൂരം ഉണ്ടായിരുന്നു, ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ അതിൻ്റെ പുറകെ പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഇന്ത്യൻ ഏലം ഗവേഷണ കേന്ദ്രമാണ് കേട്ടോ ഗൈസ്. എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല കേട്ടോ ഗൈസ്. അവിടെ ബോർഡ് കണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചതാണ് കേട്ടോ ഗൈസ്. അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ആർച്ച് പോലെ. കല്യാണ ചെറുക്കനെ വേദിയിലേക്ക് കൊണ്ടുവരുന്ന സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ജ്യോതി ആൻറ്റിയുടെ ബ്രദറാണ് കേട്ടോ ഗൈസ് കൈ പിടിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ഗൈസ്, മാലയും പൊക്കിയൊക്കെ ഇട്ട് ഉണ്ണിമാമനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. ബാക്കിയുള്ളവരെല്ലാവരും പുറകെ സ്റ്റേജിലേക്ക് കയറുകയാണ് ചെയ്തത്. അപ്പോൾ അച്ചാച്ചൻ അവിടെ എല്ലാവരോടും എന്തുകൊണ്ടൊക്കെയോ പറയണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, എല്ലാവരും കല്യാണത്തിൻ്റെ തിരക്കിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനിയും ജ്യോതിലക്ഷ്മിയാണ് കേട്ടോ ആൻറ്റി വന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ആൻറ്റിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. അപ്പോൾ ഗൈസ്, ഇത് സെയിം മണ്ഡപമായിരുന്നു കേട്ടോ ഗൈസ്. നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ നടന്ന സെയിം മണ്ഡപമായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ അവരുടെ ചടങ്ങുകളൊക്കെ തുടങ്ങി. ഞങ്ങൾ എറണാകുളം ഭാഗത്തുള്ള ഇതുപോലെ ഒന്നും അല്ലായിരുന്നു കേട്ടോ ഗൈസ് ചടങ്ങുകളൊക്കെ. പിന്നെ പ്രയർ തുടങ്ങി കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത് എറണാകുളം ഭാഗത്തേതുപോലത്തെ അല്ല കേട്ടോ ഗൈസ്. ഇത് സ്ഥലം ഇടുക്കിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അവരുടെ ഒരു രീതിയിലാണ് കേട്ടോ ഗൈസ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ നടന്നത്. ഞങ്ങൾ എറണാകുളത്ത് ഉള്ളതുപോലേക്കാളും വളരെ വ്യത്യസ്തമായിരുന്നു കേട്ടോ ഗൈസ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ. ഫുഡിൻ്റെ കാര്യം പറഞ്ഞാലും അത് തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഒരു അച്ചച്ചൻ അവിടെ നടന്ന് എല്ലാവർക്കും പൂക്കളൊക്കെ കൊടുക്കുവാണ് കേട്ടോ ഗൈസ്. താലി കെട്ടുമ്പോൾ എറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അച്ചച്ചൻ പൂക്കളൊക്കെ കൊടുക്കണ്ട. പിന്നെ അച്ചച്ചൻ അവിടെ പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ ഗൈസ്, എങ്ങനെയാണ് ഉണ്ണിമാമനോട് എങ്ങനെ താലി കെട്ടണ്ടേന്നൊക്കെ കേട്ടോ ഗൈസ് പറഞ്ഞു കൊടുക്കണ്ട. എൻ്റെ സ്റ്റൈലൊക്കെ പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, അവർ താലി കെട്ടുവാണ് കേട്ടോ ഗൈസ്. പിന്നെ ഗൈസ്, അവിടെ മാളുവാൻ്റിയുടെ ഒക്കെ അഡ്വൈസൊക്കെ ഉണ്ണിമാമൻ അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും പൂവൊക്കെ എറിയണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ആ താലികെട്ടെന്ന് പറഞ്ഞാൽ ചടങ്ങ് കഴിഞ്ഞിട്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഉണ്ണിമാമനും ജ്യോതിലക്ഷ്മി ആൻറ്റിക്കും ഞാൻ ഒരു ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്യുന്നു കേട്ടോ ഗൈസ്. ആശ്വാസമായി അംഗം വിട്ട് ജയിച്ച ചേകവനെ പോലെ ഉണ്ണിമാമൻ അവിടെ ഇപ്പോഴാണ് കേട്ടോ ഗൈസ് ശരിക്കും റെസ്റ്റ് എടുക്കണേ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അവരുടെ മേത്തുള്ള പൂവൊക്കെ മാറ്റി കളഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഉണ്ണിമാമൻ എല്ലാവരോടും താങ്ക്സ് പറയുവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, അവർ മാല പരസ്പരം മാറുവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഉണ്ണിമാമന് മാലയൊക്കെ അച്ചച്ചൻ എടുത്ത് കൊടുക്കുവാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്കിപ്പോൾ നോക്കാം കേട്ടോ ഗൈസ്. ജ്യോതിലക്ഷ്മി ആൻറ്റിക്ക് ഉണ്ണിമാമൻ മാല ഇട്ട് കൊടുത്തു. അപ്പോൾ ഗൈസ്, ഇത്രയും നെർവസ് ആയിരുന്ന ആൾ താലികെട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര ആക്റ്റീവായിട്ടോ ഗൈസ്. ഇങ്ങനത്തെ അമാലയൊക്കെ ഞാനിടാന്ന് പറഞ്ഞു പിടിച്ചു വാങ്ങിയാണ് കേട്ടോ ഗൈസ് ഇട്ടത്. ഇതൊക്കെ ഐ ക്യാൻ ഡു എനിത്തിങ് എന്നുള്ളൊരു മട്ടിലാണ് കേട്ടോ ഗൈസ് ഉണ്ണിമാമൻ അവിടെ നിന്ന്. പിന്നെ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ, മാളുവാൻ്റി അഞ്ചുവാൻ്റിയൊക്കെ പുറകെ നിൽക്കണോണ്ടാണ് പാവൻ രക്ഷപ്പെട്ട് പോയെന്ന് കേട്ടോ ഗൈസ്. പിന്നെ അവരുടെ തലയിൽ പൂവൊക്കെ മാറ്റിക്കളഞ്ഞു കേട്ടോ ഗൈസ്.
ഇതിന് ശേഷം ബാക്കിയുള്ള ചടങ്ങുകളൊക്കെയാണ് കേട്ടോ ഗൈസ് നടക്കാൻ പോകുന്നത്. ജ്യോതി ആൻറ്റിയുടെ ബ്രദറൊക്കെയാണ് കേട്ടോ ഗൈസ് മാലയൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ക്യാമറ ചേട്ടന്മാർ നമുക്ക് അധികം കാണാൻ പറ്റാണ്ട് നിന്നില്ലായിരുന്നു കേട്ടോ ഗൈസ്. ചില സമയങ്ങളിൽ മാത്രമാണ് കേട്ടോ ഗൈസ് അങ്ങനെ അവർ നിന്നോളൂ. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് അതുകൊണ്ട് നല്ല ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ ഗൈസ്. പുടവ കൈമാറുന്ന ചടങ്ങാണ് കേട്ടോ ഗൈസ് ഇനി നടക്കാൻ പോകുന്നത്. ജ്യോതി ആൻറ്റിക്ക് ഉണ്ണിമാമൻ പുടവ കൈമാറുവാണ് കേട്ടോ ഗൈസ്. ഇന്നലെ കുറേ പേരുടെ കാലിൽ വീണുകൊണ്ടാണോ എന്നറിയില്ല, ഉണ്ണിമാമൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഗൈസ് ജ്യോതി ആൻറ്റി കാലിൽ വീണത് കൊണ്ട്. ആ സാരി ഉടുത്തോണ്ടായിരുന്നു കേട്ടോ ഗൈസ് ജ്യോതി ആൻറ്റി ഇവിടെ നിന്ന് പോയത് കേട്ടോ ഗൈസ്. അപ്പം ജ്യോതി ആൻറ്റിക്ക് ഇനി സിന്ദൂരം തൊടിയിപ്പിച്ചു കേട്ടോ ഗൈസ്. അപ്പം അത് മുഖത്തൊക്കെ ആയെന്ന് പറഞ്ഞുകൊണ്ട് അച്ചാച്ചൻ ഒരു ടിഷ്യൂ ഒക്കെ എടുത്ത് തുടച്ചൊക്കെ കൊടുക്കുവാണ് കേട്ടോ ഗൈസ്. അപ്പം ഗൈസ് ഇനിയുള്ള ചടങ്ങെന്ന് പറയുന്നത് കന്യാദാനം നടക്കുകയാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ അവർ രണ്ടുപേരും കൈ പിടിച്ചിട്ട് ഗൈസ് 3 പ്രാവശ്യം പ്രദക്ഷിണം വെക്കണം കേട്ടോ ഗൈസ്. ഇത് നല്ല കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കേട്ടോ ഗൈസ്. ഉണ്ണിമാവിന് പെട്ടെന്ന് ടെൻഷൻ കയറിയെന്ന് വന്നു, അങ്ങോട്ട് ഇങ്ങോട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കേട്ടോ ഗൈസ്. എന്നിട്ട് ലാസ്റ്റ് തട്ടിക്കൂട്ടി 3 പ്രദക്ഷിണം വെച്ചു കേട്ടോ ഗൈസ്. 1 വെച്ച് 2 വെച്ച് 3 വെച്ച് എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ ഗൈസ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പം ഗൈസ് ഇതാണ് കേട്ടോ അവരുടെ ഫാമിലി ഫോട്ടോ. ജ്യോതി ആൻറ്റിയുടെ സ്റ്റുഡൻസിൻ്റെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഗൈസ്. അതിന് ശേഷം എൻ്റെ സൈഡിൽ ഗാനമേള നടക്കണ്ട കേട്ടോ. ഭയങ്കര ഒരു കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഗൈസ് അവർ കാഴ്ചവെച്ചത്. പിന്നെ ഒരു ചേച്ചി സിംഗിളായിട്ട് വന്നിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ ഗൈസ്. എല്ലാം മിക്സഡ് സോങ്സ് ആയിരുന്നു കേട്ടോ ഗൈസ്. യേശു ഡാൻസ് കളിക്കാനൊക്കെ വിചാരിച്ചതാണ് കേട്ടോ ഗൈസ് ഫംഗ്ഷൻ്റെ സമയത്ത്. പക്ഷെ നമുക്ക് അത് തിരക്കായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഡാൻസ് കളിപ്പിച്ചില്ല കേട്ടോ ഗൈസ്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. കേശു യൂത്ത് ഫെസ്റ്റിവലിലത്തെ ഡാൻസ് പാടവനമ്പത്തിലൂടെ കളിച്ചില്ല, പ്രാക്ടീസുകളുടെയൊക്കെ ആയിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ ഗൈസ് അവർ വന്നപ്പോൾ തന്നെ മഴ പെയ്തു കേട്ടോ ഗൈസ്. മഴ വരുന്ന ലക്ഷണമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് സൂം ചെയ്യുന്ന ആൾ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ മാളുവണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ നല്ലോണം സൂം ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ ഗൈസ്, പക്ഷെ നടന്നില്ല ഗൈസ്. മാളുവണ്ടി അടുത്തേക്ക് വരണ്ട കേട്ടോ ഗൈസ്. അപ്പം ഇനിയും ഗൈസ് സാധാരണ ചടങ്ങുകളൊക്കെയാണ് കേട്ടോ ഗൈസ് ബാക്കിയുള്ളത്. ആദ്യം കാല് കഴുകി പൊട്ട് തൊട്ട് ആരതി ഒഴിഞ്ഞ് വിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റിയിട്ടോ ഗൈസ് ഉണ്ണിമാമനെയും ജ്യോതി ആൻറ്റീനെയും. ഇനി മധുരം കൊടുക്കുന്ന ചടങ്ങാണ്. പാലും പഴവും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഗൈസ് കൊടുത്തത്. ജ്യോതി ആൻറ്റി പുതിയതായിട്ട് വന്നില്ലേ, അതുകൊണ്ട് മധുരം കൊടുത്ത് സ്വീകരിക്കുന്നു എന്ന രീതിയിലാണ് കേട്ടോ ഗൈസ് ചെയ്തത്. അപ്പം ഗൈസ് ഇനിയും റിസപ്ഷൻ്റെ ചടങ്ങുകളാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് അധികം ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ സാധിച്ചില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ അവരെ വിഷ് ചെയ്യുന്നു കേട്ടോ ഗൈസ്. ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ ഗൈസ് ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ബൈ.